CPM സ്ഥാനാർത്ഥിക്ക് തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന വിവാദ പ്രസ്താവനയുമായി മുതിർന്ന നേതാവ് ജി സുധാകരൻ 36 വർഷം മുൻപ് ആലപ്പുഴയിൽ മത്സരിച്ച KV ദേവദാസിന് വേണ്ടിയാണ് കൃത്രിമം നടത്തിയത്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്താലും കുഴപ്പമില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിലാണ് ആ വിവാദ പ്രസംഗം. അപ്പോൾ എല്ലാം DCRCC പൊട്ടിക്കാൻ പ്രയാസമില്ല. 15% അപ്പുറത്തായിരുന്നു കിട്ടിയത്. മനസ്സിലായോ? അതൊക്കെ തെറ്റായ കാര്യം. NGO യൂണിയനിൽപ്പെട്ടവരെല്ലാം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ഭരണഘടന ഇത് പറയുന്നത് രാഷ്ട്രീയമില്ല. നിങ്ങളുടെ സംഘടനയിൽ ഏത് പാർട്ടിയിൽപ്പെട്ടവർക്കും ചേരാം. പക്ഷെ ഒട്ടിച്ച് തന്നാൽ ആരും അറിയില്ല. എന്ത് കാര്യം എൻ്റെ പാർട്ടിയിൽ ഞങ്ങൾ ഒട്ടിക്കും. ഒട്ടിച്ച് വെരിഫൈ ചെയ്ത് ഞങ്ങൾ തിരുത്തി എൻ്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. തിരുത്തി ഞാൻ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറിയാണ് ദേവദാസിൻ്റെ, ഞാനാ സെക്രട്ടറി. അപ്പോൾ ഞങ്ങളിട്ടു. കുറിപ്പിറക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. മനീഷ് മഹിപാൽ വിവരങ്ങൾ ചേരുന്നു. മനീഷ്, പണ്ട് മണിയാശാന്റെ 1, 2, 3 പ്രസ്താവനയ്ക്ക് അത്രത്തോളം ഇല്ലെങ്കിൽ കൂടിയും ഏതാണ്ട് സമാനമായ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തുകയാണ് ജി സുധാകരൻ. അതിൽ ഇലക്ഷൻ കമ്മീഷൻ നടപടി എടുത്തേ മതിയാവുകയുള്ളൂ. എന്താണ് ആ പ്രതികരണം? എപ്പോൾ പ്രതീക്ഷിക്കണം? ജി സുധാകരൻ പറയുന്നത് എന്താണ് മനീഷ്? ഹാഷ്മി, ഇത് സംബന്ധിച്ച് നമ്മൾ ജി സുധാകരന്റെ പ്രതികരണം തേടിയിരുന്നു. പക്ഷേ അദ്ദേഹം പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറല്ല. ആ സമയത്തൊക്കെ തന്നെ ഉദ്യോഗസ്ഥരെ കൊണ്ട്, അതായത് അന്ന് പാർട്ടി ഓഫീസുകളിലേക്കാണ് ഈ തപാൽ വോട്ടുകൾ ലഭിക്കുക. അതായത് അപേക്ഷകർ തപാൽ വോട്ടിന് അപേക്ഷിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് ഈ ബാലറ്റ് കൊടുത്ത് അത് ഒപ്പിട്ട ശേഷം പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് അയക്കുന്നു. പക്ഷേ ഇത് സർവീസ് സംഘടനകളിലെ നേതാക്കളോ അംഗങ്ങളോ ഒക്കെ ആണെങ്കിൽ പാർട്ടി ഓഫീസിലേക്ക് അയച്ച ശേഷം ഒപ്പ് മാത്രമേ കാണുകയുള്ളൂ. അവിടെ വെച്ച് ആയിരിക്കും സ്ഥാനാർത്ഥിയുടെ പേരെഴുതി പാർട്ടി ഓഫീസിൽ നിന്നും അത് കൂട്ടമായിട്ടായിരിക്കും പിന്നീട് തെരഞ്ഞെടുപ്പ് ഓഫീസിലേക്ക് അത് എത്തിക്കുക. അന്ന് ആ സമയത്ത്, അതായത് 1989 36 വർഷങ്ങൾക്ക് മുൻപ് ജി സുധാകരൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരിക്കെ തനിക്കുണ്ടായ അനുഭവത്തെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ച് സർവീസ് സംഘടനകൾ, NGO യൂണിയൻ പോലുള്ള സർവീസ് സംഘടനയിലെ ആളുകളുടെ രാഷ്ട്രീയ ബോധം, അവർ തെരഞ്ഞെടുപ്പിൽ ഏത് വിധത്തിലായിരിക്കും വോട്ട് ചെയ്യുക. അതായത് അന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന KV ദേവദാസിന് 15% ആളുകൾ, പാർട്ടി മെമ്പർമാരടക്കമുള്ള സർവീസ് സംഘടന ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിരുന്നില്ല. അതായത് CPM-ന്റെ ആളുകൾ പോലും 95% മാത്രമേ കൃത്യമായി പാർട്ടി വോട്ടുകൾ പോൾ ചെയ്യാറുള്ളൂ. പ്രത്യേകിച്ച് സർവീസ് സംഘടനകളിൽ 85% വോട്ടേ വരാറുള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ പാർട്ടി ഇത് അറിയുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അതായത് രഹസ്യ ബാലറ്റിലൂടെ നിങ്ങൾ അത് സംവിധാനം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിയുന്നില്ല എന്ന് പ്രതീക്ഷിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് 1989 ഈ വിധത്തിൽ അദ്ദേഹം പാർട്ടി ഓഫീസിലേക്ക് എത്തിയ വോട്ടുകൾ, തപാൽ വോട്ടുകൾ, രഹസ്യ ബാലറ്റ് പൊട്ടിച്ച് പരിശോധിച്ച് തിരുത്തി അയച്ചു എന്ന ഒരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് പാർട്ടി നേതൃത്വവും വെട്ടിലായ ഒരു സ്ഥിതിയാണ്. കാരണം പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യം പാർട്ടി ചെയ്യുന്നതാണെങ്കിൽ കൂടി പരസ്യപ്പെടുത്തുക എന്നത് പറയുന്നത് പാർട്ടിയെ വലിയ രീതിയിൽ വെട്ടിലാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏത് വിധത്തിൽ ഇതിനോട് പ്രതികരിക്കണമെന്ന് പാർട്ടി നേതൃത്വത്തിനും ഒരു ആശയക്കുഴപ്പത്തിലാണ്. കാരണം ഈ വിധത്തിലൊക്കെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിലുള്ള ഈ ബാലറ്റ് തിരുത്തി അയക്കുന്നതൊക്കെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാധാരണഗതിയിൽ നടത്തുകയും അതൊക്കെ തന്നെ പിടിക്കപ്പെടുകയും നിയമ നടപടികളിലൊക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ CPM-നെ സംബന്ധിച്ച് ഒരു മുതിർന്ന നേതാവ്, ഒപ്പം തന്നെ വർഷങ്ങൾക്ക് മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടിരുന്ന സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ജി സുധാകരൻ ഈ വിധത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത് പാർട്ടിയെ മാത്രമല്ല മുന്നണിയെ തന്നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നു. എന്താണെങ്കിൽ അദ്ദേഹത്തിന് തുറന്നു പറച്ചിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അത് ആ സമയത്ത് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള പിശകുകൾ ഈ രഹസ്യ ബാലറ്റിന് ഉണ്ടാകുമ്പോൾ ആ പിശകുകൾ മാത്രമാണ് തിരുത്തുന്നതെന്ന് അദ്ദേഹം പറയുന്നത്. ഇന്നലെ NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച ഒരു യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ജി സുധാകരൻ ഈ വിധമുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. ഹാഷ്മി, മനീഷ്, ഇത് പൊട്ടിച്ചു നോക്കിയെന്ന് മാത്രമാണോ, അതോ അതിലെന്തെങ്കിലും കൃത്രിമം നടത്തി എന്ന്? ഇപ്പോൾ പൊട്ടിച്ചു നോക്കൽ തന്നെ ഒരു ടൈപ്പ് ഓഫ് കൃത്രിമമാണ്. അതല്ലാതെ ഇലക്ഷൻ കൃത്രിമം നടത്തി എന്ന കാര്യം ജി സുധാകരൻ പറയുന്നുണ്ടോ യോഗത്തിൽ? മനീഷ്, തെരഞ്ഞെടുപ്പ് സമയത്തെ കൃത്രിമം എന്ന വാക്ക് അദ്ദേഹം സാങ്കേതികമായി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ കൂടി 85% വരുന്ന സർവീസ് സംഘടനകളുടെ വോട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. 100% വോട്ടുകൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിധത്തിൽ വരുന്ന രഹസ്യ ബാലറ്റ്, ഈ തപാലിൽ വരുന്നത് പൊട്ടിച്ച് നോക്കി പരിശോധിച്ച് തിരുത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അത് പരസ്യമായി തന്നെ NGO യൂണിയൻ വേദിയിൽ വെച്ച് താൻ അത് തിരുത്തിയിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. താൻ അടങ്ങുന്ന സംഘം, താൻ ഒറ്റയ്ക്കല്ല, താൻ അടങ്ങുന്ന നേതൃത്വം ആ വിധത്തിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തനിക്കെതിരെ നിയമ നടപടി
നടപടി, കേസ് എടുക്കുന്നെങ്കിൽ കേസ് എടുത്തോട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത് മാധ്യമങ്ങൾ പല വിധത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. തന്റെ പ്രസംഗം ഏകദേശം 1 മണിക്കൂർ നീണ്ട പ്രസംഗമായിരുന്നു. അതിൽ ആദ്യം മുതൽ അവസാനം വരെ കേട്ടവർക്ക് മാത്രമേ താൻ എന്താണ് കൃത്യമായി ഉദ്ദേശിച്ചെന്ന് ഉള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. സർവീസ് സംഘടനകളെ സംബന്ധിച്ചും പാർട്ടി കേഡർമാരെ സംബന്ധിച്ചും അവർ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ, തിരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യുന്ന സംവിധാനത്തിൽ പാർട്ടിക്ക് എത്രത്തോളം സുതാര്യമായി അത്തരം കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് പാർട്ടി അംഗങ്ങളെ ബോധ്യപ്പെടുത്തുക മാത്രമാണ് താൻ ചെയ്തത്. ഈ വിധത്തിലുള്ള പ്രാക്ടീസുകൾ സ്ഥിരമായി ചെയ്യുന്നതല്ല. 1989 അന്ന് വക്കം പുരുഷോത്തമനെതിരെയാണ് ദേവദാസ് മത്സരിച്ചത്. അന്ന് 1,00,000 വോട്ടുകൾക്ക് വക്കം പുരുഷോത്തമൻ അന്ന് വിജയിക്കുകയും ചെയ്തു. അങ്ങനെ വിജയിച്ച ഒരു തെരഞ്ഞെടുപ്പിലാണ് ഈ വിധത്തിൽ പൊട്ടിച്ച്, ഈ തപാൽ രഹസ്യ ബാലറ്റ് പൊട്ടിച്ച് പരിശോധിച്ച് അത് പിന്നീട് അയച്ചു എന്നൊരു വെളിപ്പെടുത്തൽ ജി സുധാകരൻ നടത്തിയത്. എന്തായാലും ജി സുധാകരൻ ഒരു പൊതുവേദിയിൽ പരസ്യമായി നിന്ന് തന്നെ തിരിച്ചുകൊണ്ട് നടത്തിയ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കൃത്രിമത്തെ പറ്റി തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു പ്രതികരണം വരുന്നുണ്ട്. നടപടി എടുക്കാൻ ഒരു പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഏത് നടപടിയാണെന്ന് അറിയില്ല. പക്ഷേ അവർ നിർബന്ധിതരാകും. കാരണം ഒരു മുതിർന്ന നേതാവ് തങ്ങൾ നടത്തിയ കാര്യം നേർക്കുനേർ ഫസ്റ്റ് ഹാൻഡ് അറിവിൽ നേരത്തെ മണിയാശാൻ വണ്ടൂത്തിരി കൊലപാതകം നടത്തിയത് പറഞ്ഞതുപോലെ പറയുകയാണ്. അപ്പോൾ എന്താകും നടപടി എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.